സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 6 7 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ നിലവിളിച്ചാൽ നിൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എങ്ങനെയാണ്, നമ്മുടെ കണ്ണുനീരും നമ്മുടെ വേദനകളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ദുഃഖങ്ങളും ഒന്നും മനസ്സിലാക്കാത്ത ഒരു ദൈവമാണല്ലോ നമുക്കുള്ളത് എന്ന് പലപ്പോഴും നമ്മൾ പിറുപിറുക്കുകയും പരിതപിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ നിൻ്റെ ജീവിതത്തിലേക്ക്, നിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 38 അധ്യായത്തിൽ ഹെസക്കിയ എന്ന് പറയുന്ന ഒരു രാജാവ്, അവൻ്റെ രോഗം പിടിപെട്ടു. മരണത്തിൻ്റെ വക്കിൽ നിന്ന് അവനെ ദൈവത്തിൻ്റെ പ്രവാചകനായ ആമോസിൻ്റെ പുത്രനായി യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യുന്നു: നിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിൻ്റെ ആയുസ് 15 വർഷം കൂടെ നീട്ടിയിരിക്കുന്നു. മരണത്തിൻ്റെ വക്കീലെത്തി നിന്ന ആ മനുഷ്യൻ്റെ ആയുസ് 15 വർഷം കൂടെ അവൻ്റെ കണ്ണുനീരിനെ പ്രതി നീട്ടിക്കൊടുത്ത ഒരു ദൈവമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഹാഗാർ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കണ്ണുനീരിന് മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. മരുഭൂമി എന്ന് പറഞ്ഞാൽ ദിക്കറിയാത്ത, പച്ചപ്പില്ലാത്ത, ചുട്ടുപഴുത്ത മണലാരുണ്യമുള്ള ഒരു സ്ഥലമല്ലേ, ഭൂപ്രദേശമല്ലേ. അവിടേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അവളോട് ചോദിക്കുന്നുണ്ട്: നീ എന്തിനാ കരയുന്നത്? നീ എങ്ങോട്ടാ പോകുന്നത്? ഈ ലോകത്ത് ആരും ചോദിക്കാത്ത ചോദ്യമല്ലേ. ചിലപ്പോൾ നമ്മുടെ മക്കൾ പോലും ചോദിക്കത്തില്ല എന്തിനാ കരയുന്നത്. പങ്കാളി ചോദിക്കത്തില്ല എന്തിനാ കരയുന്നത്. നീ എങ്ങോട്ടാ പോകുന്നത്, എന്താ നിൻ്റെ പ്രശ്നമെന്ന് ആരും ചോദിക്കത്തില്ല. പക്ഷേ ദൈവം ഇറങ്ങി വന്ന് ഹാഗാറിനോട് ചോദിക്കുകയാണ്: നീ എന്തിനാ കരയണത്? നീ എങ്ങോട്ടാ പോകുന്നത്? ജീവിത പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ നീ തളർന്നു പോകുമ്പോൾ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൾ പറഞ്ഞു: ദൈവമേ, എൻ്റെ കുഞ്ഞിത മരിക്കുവാൻ പോവുകയാണ്. ആ കുഞ്ഞിൻ്റെ അധരങ്ങളിലേക്ക് ഒരിറ്റ് ജലം കൊടുക്കുവാൻ സാധിക്കാത്ത ശപിക്കപ്പെട്ട ഒരമ്മയായി ലോകം ഒരു കാലത്ത് എന്നെ പറയും. ഇതാ എൻ്റെ കുഞ്ഞ് മരിക്കുന്നതിനേക്കാൾ ഞാനിനി എന്തിനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്? എൻ്റെ കുഞ്ഞിതാ മരണവെപ്രാളത്തിൽ പിടയുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരിറ്റ് ജലത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കിയ ഹാഗാറിൻ്റെ മുമ്പിൽ ഒരു നീരുറവ, വറ്റാത്ത നീരുറവ കൊടുത്ത ഒരു ദൈവമുണ്ട്. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. അവൻ്റെ കഷ്ടതകളിൽ അവൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 14 അധ്യായത്തിൽ ബാബിലുള്ള രാജാവും ജനങ്ങളും ദാനിയേലിനെ പൊക്കിയെടുത്ത് 6 സിംഹങ്ങൾ പാർക്കുന്ന സിംഹക്കുടിയിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ സിംഹക്കുടിയിൽ നിന്ന് കിടന്നുകൊണ്ട് 6 ദിവസം ഒരിറ്റ് ജലം പോലും കിട്ടാതെ, ഒരിറ്റ് ആഹാരം പോലും ലഭിക്കാതെ കണ്ണുനീർ വാർത്ത് കരയുന്ന ദാനിയേൽ മോശയെപ്പോലെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മുമ്പിൽ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹബക്കുക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ തൻ്റെ പാടത്ത് പണി ചെയ്യുന്ന കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പവും കറിയും ഒരുക്കി പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്: ഹബക്കുക്കെ, നീ എങ്ങോട്ട് പോകുന്നു? അവൻ പറയുന്നു: ഞാൻ എൻ്റെ പാടത്ത് പണി ചെയ്യുന്ന കൊയ്ത്തുകാർക്കുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കൊണ്ടുപോവുകയാണ്. ദൈവം പറയുകയാണ്: ദേ, ബാബിലോണിലെ സിംഹക്കുടിയിൽ ദാനിയേൽ കിടക്കുകയാണ്. അവൻ 6 ദിവസമായി ഒരിറ്റ് വെള്ളം കുടിച്ചിട്ട്, ആഹാരം ഭക്ഷിച്ചിട്ട്, നിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പവും കറിയും കൊണ്ടുവന്ന് അവന് കൊടുക്കുക. അവൻ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവമേ, ഞാൻ ബാബിലോണിൽ പോയിട്ടില്ല. അവിടെ ധാരാളം സിംഹക്കുടികളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഏത് സിംഹക്കുടിയിൽ കിടക്കുന്നെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ അപ്പവും കറിയും കൊണ്ടു കൊടുക്കുക? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ മുടിക്കുത്തിൽ പിടിച്ച് പൊക്കിയെടുത്ത് വായുവേഗത്തിൽ അവനെ കൊണ്ടുവന്ന് ബാബിലോണിൽ ദാനിയേൽ കിടക്കുന്ന സിംഹക്കുടിക്ക് സമീപത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു: വിളിക്കുക. സിംഹക്കുടിയിൽ കിടക്കുന്ന ദാനിയേലിനെ
ഹബക്കൂക്ക് വിളിച്ചു, ദാനിയേൽ, ദാനിയേൽ, ദൈവത്തിൻ്റെ ദാസ, ദൈവമായ കർത്താവിത നിനക്ക് വേണ്ടി അപ്പവും കറിയും കൊണ്ടുവന്നിരിക്കുന്നു. ദാനിയേൽ, ദാനിയേൽ, ദൈവത്തിൻ്റെ ദാസ, ദൈവമായ കർത്താവ് നിനക്കിത അപ്പവും കറിയും കൊണ്ടുവന്നിരിക്കുന്നു. ആ സ്വരം കേട്ട മാത്രയിൽ തളർന്നവശനായ ദാനിയേൽ ശൃംഗക്കുടിയിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് മോശയെപ്പോലെ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്ന ആരെയും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെയും ദൈവം ഉപേക്ഷിക്കില്ല. ദൈവത്തെ ചേർത്ത് പിടിക്കുന്ന ഒരുവനെയും ദൈവം ഉപേക്ഷിക്കില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിയോടുകൂടെ കണ്ണുനീർ വാർത്ത് കരയുന്നവൻ്റെ കണ്ണുനീരിനെ മറികടന്ന് പോകാൻ പറ്റാത്ത ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ആകുലതകളും നിരാശകളും രോഗങ്ങളും നിന്നെ വേട്ടയാടുമ്പോൾ എന്തിനാ നീ ഭയപ്പെടുന്നത്? ദൈവത്തിൽ ശരണപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഒരിക്കലും ഉപേക്ഷിക്കാത്ത, ചേർത്ത് പിടിക്കുന്ന, തള്ളിക്കളയാത്ത, തന്നെ ദ്രോഹിച്ചവനെയും തൻ്റെ താടിരോമങ്ങൾ വലിച്ചു പറിച്ചവനെ, കാർക്കിച്ച് തുപ്പിയവനെയും, കുരിശിൽ കയറ്റിയവനെയും, ഹൃദയത്തിൽ കുന്തത്താൽ കുത്തപ്പെട്ടവനെയും ചേർത്ത് പിടിച്ചവനാണ് ക്രിസ്തു. അതുകൊണ്ട് നീ എത്ര ദ്രോഹിച്ചാലും, എത്ര തള്ളിക്കളഞ്ഞാലും, നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഉപേക്ഷിക്കാത്ത സ്നേഹമാണ് കർത്താവായ യേശു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ പാടുന്നത് പോലെ, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിയവൻ നിലവിളിച്ചു. നിൻ്റെ നിലവിളിയുടെ സ്വരം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകം ചിലപ്പോൾ നിൻ്റെ സ്വരം കേൾക്കില്ല. നീ എത്ര ഉച്ചത്തിൽ നിലവിളിച്ചാലും, കണ്ണുനീർ വാർത്താലും, നിൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാനോ, നിൻ്റെ നിലവിളിയുടെ സ്വരം കേൾക്കുവാനോ ഈ ലോകമോ, ഈ ലോകത്തിലെ സ്വന്തക്കാരോ ബന്ധുക്കളോ ആരും തയ്യാറാകില്ല. എന്നാൽ വചനം പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു. ആ രക്ഷകനായ ക്രിസ്തുവിൽ നമുക്ക് ശരണപ്പെടാം. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. നിൻ്റെ സ്വരം കേൾക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ കഷ്ടതകൾ കാണുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് കണ്ണുനീർ തുടയ്ക്കാം. സമാധാനത്തോട്, സന്തോഷത്തോടു കൂടെ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.